ഹലോ ഹായ്. ഡേ 12 ആണെന്ന്. ഡേ 12 നമുക്ക് PGBP സ്റ്റാർട്ട് ചെയ്യാം. PGBPയിൽ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതും സെക്ഷൻ 32 മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സെക്ഷൻ 32 അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടല്ലോ, അതൊന്ന് പഠിക്കുക. പിന്നെ ഇപ്പുറത്തെ അക്കൗണ്ട്സിലാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കുക. ഇതിൽ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡേ 12 നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ ഇന്നലെ സൺഡേ ഞാനങ്ങനെ ക്വസ്റ്റ്യൻസ് അയച്ചിരുന്നില്ല മീൻസ് കുറേ ഒരു 6-7 ഗ്രൂപ്പ് നമുക്കുണ്ടെന്ന് തോന്നുന്നു. അവരാരും തന്നെ നമുക്ക് എന്താ പറയുക അതിന് മുന്നേ കൊടുത്തതൊന്നും ചെയ്ത് തന്നില്ല എന്ന് 6-7 ഗ്രൂപ്പിനെ ഞാൻ പറയണല്ലോ, 1-2 ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കി ആരും ചെയ്തു തന്നില്ല. അപ്പോൾ ഞാനും ഒന്ന് പിന്നോട്ട് പോയതാണ്. പക്ഷെ ഞാൻ ഇന്നോ നാളെയായിട്ട് ആ ചെയ്ത ഗ്രൂപ്പിന് ഞാൻ എന്തായാലും ഈ സൺഡേയിലത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ട് തരാം. നമുക്ക് സാലറിയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ ചെയ്താലും ചെയ്ത് തെറ്റിയാലും നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക ഗ്രൂപ്പിൽ. ഓക്കെ, ചെയ്തു കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് ആൻസർ വന്നത്, ഇത് കറക്റ്റാണ്, എന്തെങ്കിലും ഒന്ന് ചോദിച്ചൊന്ന് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻ തരാൻ പറ്റുള്ളൂ. ഒരു ഗ്രൂപ്പിൽ മാത്രമേ ഒരു ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ കൊടുത്തതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം അയച്ചു തന്നായിരുന്നു, വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ആ ഗ്രൂപ്പിന് ഞാൻ എന്തായാലും ഷെയർ ചെയ്തേക്കാം. അത് അതിനെന്താണോ കിട്ടിയത് ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസ് ഞാൻ സാലറിയുടെ ക്വസ്റ്റ്യൻസ് ആ ഗ്രൂപ്പിന് ഞാൻ എന്തായാലും ഷെയർ ചെയ്തേക്കാം. ട്രൈ ചെയ്തല്ലോ, അത് തന്നെ വളരെ ഉപകാരം. ട്രൈ ചെയ്തത് വളരെ നല്ല കാര്യം. അപ്പോൾ എന്തായാലും ഈ ആഴ്ചത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നേക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുക. എല്ലാം തികഞ്ഞവരൊന്നും അല്ലല്ലോ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും, നിറയെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് മാക്സിമം ഒന്ന് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ.